റെസിപ്രോസിറ്റി തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആന്റിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റെസിപ്രോസിറ്റി തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് സ്റ്റേറ്റ്മെന്റും ഉണ്ട്, അതിന്റെ ഡെറിവേഷനും നമുക്ക് പഠിക്കാൻ വേണ്ടിയുണ്ട്. റെസിപ്രോസിറ്റി തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇഫ് ആൻ EMF is applied to the terminals of an antenna number 1 and the current measured at the terminals of another antenna number 2, then an equal current, both amplitude and phase, will be obtained at the terminals of antenna number 1 if same EMF is applied to the terminals of antenna number 2 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള റെസിപ്രോസിറ്റി തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് രണ്ട് ആന്റിന നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഇത് ഫസ്റ്റ് ആന്റിന നമ്പർ 1, സെക്കൻഡ് ആന്റിന നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ രണ്ട് ആന്റിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റിന നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ നമ്മൾ ടെർമിനൽസ് ഓഫ് ആന്റിനയുടെ രണ്ട് ടെർമിനൽസ് ആണ്. ഇത് തന്നെയാണ് ഇവിടെ നമ്മൾ ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ടി നെറ്റ്വർക്ക് ആയിട്ട് വരച്ചേക്കുന്നത്. ഇതിനെ നമ്മൾ ടി നെറ്റ്വർക്ക് ആയിട്ട് എടുത്തേക്കുന്നേ ഉള്ളൂ. ഇവിടുത്തെ ഈ 1, 2 എന്ന് പറഞ്ഞേക്കുന്നത് തന്നെയാണ് ഈ ഒരു പോർഷൻ. ഈ രണ്ട് ടെർമിനൽസ് ഇടയ്ക്ക് നമ്മളൊരു EMF അപ്ലൈ ചെയ്യുവാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു EMF അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആന്റിന നമ്പർ 2ന്റെ ഇവിടെ ആന്റിനയിൽ നമുക്ക് സെക്കൻഡ് ആന്റിനയിൽ നമുക്കൊരു കറണ്ട് കിട്ടുവാണ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് ഇവിടെ നമ്മൾ അതായത് രണ്ടാമത്തെ ആന്റിനയിൽ നമ്മൾ ഒരു EMF അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറം നമുക്ക് ഫസ്റ്റ് ആന്റിനയിൽ കിട്ടുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കിട്ടിയ കറണ്ടുമായിട്ട് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ രണ്ട് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആംപ്ലിറ്റ്യൂഡ് ഫേസ് ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എടുക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഈ 1, 2 is equal to ഈ 2, 1 അത് പ്രൊവൈഡ് ചെയ്യുന്ന എന്താ I1 is equal to I2 ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഓരോന്ന് എന്താ I1 ആയിരുന്നത് ഫസ്റ്റ് ആന്റിനയുടെ ടെർമിനൽസ്, ഇത് സെക്കൻഡ് ആന്റിനയുടെ ടെർമിനൽസ് ആണ് വന്നേക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഓരോന്നും നമ്മൾ ഡെറൈവ് ചെയ്ത് നോക്കുവാണ് ചെയ്തേക്കുന്നത്. രണ്ട് കറണ്ടും തമ്മിൽ ഈക്വൽ ആണ്. അതായത് ഫസ്റ്റ് ആന്റിനയ്ക്ക് കൊടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന കറണ്ടും സെക്കൻഡ് ആന്റിനയ്ക്ക് നമ്മൾ EMF കൊടുക്കുമ്പോൾ കിട്ടുന്ന കറണ്ടും ഈക്വൽ ആണോ എന്നാണ് നമ്മളുടെ റെസിപ്രോസിറ്റി തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് ZM എന്ന് പറയുന്നത് മ്യൂച്വൽ ഇംപിഡൻസ് ബിറ്റ്വീൻ ടു ആന്റിനാസ് ആണ്. ZM രണ്ട് ലൂപ്പിന്റെ ഇടയ്ക്കുള്ളതല്ലേ, അപ്പം രണ്ട് ആന്റിന ഇടയ്ക്കുള്ള മ്യൂച്വൽ ഇംപിഡൻസ് ആണ്. Z11 Z22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z11 എന്ന് പറഞ്ഞാൽ സെൽഫ് ഇംപിഡൻസ് ഓഫ് ഫസ്റ്റ് ലൂപ്പാണ്, അല്ലെ ഫസ്റ്റ് ആന്റിനയാണ് നമ്മൾ എടുക്കുന്നത്. Z22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ആന്റിനയുടെ സെൽഫ് ഇംപിഡൻസ് ആണ് വരിക. ഇത് രണ്ടാണ് ഇത് ടെർമിനൽസ് ഓഫ് ആന്റിന നമ്പർ 2. ഇതിന്റെ ടി ഈക്വലന്റ് സർക്യൂട്ട് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഡെറിവേഷനിലേക്ക് നോക്കാം. എങ്ങനെയാണ് റെസിപ്രോസിറ്റി തിയറം പ്രൂവ് ചെയ്യുന്നതെന്ന്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആന്റിന നമ്പർ 2നെ വെച്ചിട്ടുള്ളതാണ് നമ്മൾ കൺസിഡർ. അതായത് നമ്മൾ ആന്റിന നമ്പർ 1ൽ നമ്മളൊരു EMF കൊടുത്തിട്ട് 2ൽ നമ്മൾ I2 എന്ന് പറഞ്ഞ കറണ്ട്, ഈ ഒരു കേസാണ് നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്യുന്നത്.